അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ്സിൽ കുറച്ച് അല്ലെ നോക്കി. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ന്യൂറോളജി വരെ അല്ലെ? ഇതുവരെയും പറഞ്ഞായിരുന്നു. ന്യൂറോളജി തുടങ്ങി നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയുള്ളൂ. ഇതുവരെയും വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ നമുക്ക് എടുത്തു തുടങ്ങാം. ന്യൂറോളജി വരെയല്ലേ എടുത്തത്? ന്യൂറോളജി തുടങ്ങി വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ന്യൂറോളജി അല്ലെ, നമ്മള് ഡോക്ടറിനെ കണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയിരുന്നു. ഒരു പെട്ടെന്ന് ഒരു രോഗി, ഒരു പേഷ്യന്റിന് സാധാരണ എന്തെങ്കിലൊക്കെ അല്ലെ, എന്തെങ്കിലൊക്കെ വിഷമതകളൊക്കെ വരുമ്പോൾ ഒരു പക്ഷെ ജനറൽ ആയിട്ടുള്ള ഒരു ഫിസിഷ്യനെ ആയിരിക്കും കാണാനായിട്ട് ചെല്ലുന്നത്. എന്താണ്, ഒരു പക്ഷെ ഫിസിഷ്യൻ പരിശോധിച്ച് അവരുടെ ആ ഒരു മെഡിസിൻ കൊണ്ട് ഒരു പക്ഷെ പറ്റാത്ത ഒരു സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ന്യൂറോളജിയിലേക്ക് മറ്റ് ഏതെങ്കിലും ഇത് സിംറ്റംസുകൾ കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പെട്ടെന്ന് ഒരു സ്ട്രോക്കിന്റെ ലക്ഷണം കാണിക്കുകയോ, അപ്പൊ ഏത് ഡോക്ടറെയാണ് പെട്ടെന്ന് ആദ്യം തന്നെ കൊണ്ടു ചെല്ലേണ്ടത് അല്ലെ, എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് ഒരു പക്ഷെ എല്ലാവർക്കും അറിയണമെന്നേ അല്ലെ. ചിലപ്പോ തലവേദനയായിട്ടായിരിക്കാം പോകുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ ഹെഡേക്ക് ആയിരിക്കാം. പക്ഷെ ആ ഡോക്ടറിന്റെ ഒരു ഫിസിഷ്യന്റെ ഒരു കൺസൾട്ടേഷനിൽ ഒരു 2-3 ദിവസം മെഡിസിൻ കഴിച്ചിട്ടും അതിന് മാറ്റം വരുന്നില്ല എങ്കിൽ ഒരു പക്ഷെ ന്യൂറോളജി അല്ലെ, നമുക്ക് നെർവുമായി ബന്ധപ്പെട്ട ഡോക്ടറിനെ കാണിക്കണമെന്ന് ഒരു പക്ഷെ റെഫർ ചെയ്യും. അങ്ങനെ വ്യത്യസ്ത തരത്തില്, അതായത് നമുക്ക് അറിയാവുന്ന കേസുകൾ ചിലര് നേരെ ന്യൂറോളജി, നെർവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് എങ്കിൽ ന്യൂറോളജിയെ തന്നെ കാണാനായിട്ട് ശ്രമിക്കും. ഇൻ കേസ് അല്ലാതെ ഒരു ഫിസിഷ്യന്റെ സേവനം ലഭ്യമാക്കിയതിനു ശേഷം ഫിസിഷ്യന്റെ ആ ഒരു പ്രത്യേക തീരുമാന പ്രകാരം തന്നെ ന്യൂറോളജിസ്റ്റിനെ സമീപിക്കാറുണ്ട്. ന്യൂറോളജി എന്ന് പറയുന്നത് നെർവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം ചിലപ്പോഴല്ലേ നമ്മള് ശരീരം എന്താണ് ബ്രെയിൻ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, ചിലപ്പോ കൈ വെക്കേണ്ട പൊസിഷനിൽ വെക്കാനായിട്ട് പറ്റാത്തത്, അല്ലെങ്കിൽ നടക്കേണ്ട ആ ഒരു രീതിയിൽ തന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കുറച്ച് നാളായിട്ട് നീണ്ടു നിൽക്കുന്ന മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ മറ്റ് എന്തെങ്കിലും അല്ലെ നമ്മുടെ അപസ്മാരം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോഴും ഇത്തരത്തില് എന്താണ് ന്യൂറോളജിസ്റ്റിന്റെ സേവനമാണ് തേടേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ ന്യൂറോളജി ഡീൽസ് വിത്ത് the human nervous system. The doctors in the department investigate and treat patients for problems affecting their brain and spinal cord. ബ്രെയിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ സാധാരണയായിട്ട് ഏത് വിഭാഗത്തിലെ ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടി വരുന്നത്? ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടി വരുന്നത്. The neurologist examine patients who have been referred to them by other physicians in both the inpatient and outpatient settings. അതായത് ഒരുപക്ഷെ ന്യൂറോളജിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിഷ്യൻ റെഫർ ചെയ്ത് അയക്കുന്നതായിരിക്കും. ഇൻ കേസ് പേഷ്യന്റ് ആയിട്ടാണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആയിട്ടാണെങ്കിലും രോഗികൾ വരാം. അതായത് ചിലപ്പോൾ 2-3 ദിവസം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഡോക്ടേഴ്സ് അവരെ അല്ലെ ആ ഒരു മരുന്ന് കൊണ്ട് പറ്റാതെ വരുമ്പോഴൊക്കെ ആയിരിക്കും ന്യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചേക്കാനൊക്കെ ആയിട്ട് തീരുമാനിക്കാം. ന്യൂറോളജിസ്റ്റും പരിശോധിച്ചപ്പോൾ ചിലപ്പോൾ അല്ലെ അത് എന്തെങ്കിലും, നമുക്കറിയാം വിവിധ ഡോക്ടർമാർക്ക് റെഫർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോഴായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു റെഫർ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് ന്യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതായിട്ട് വരുന്നത്. അത് തന്നെ ഇവിടെ പറയുന്നത് ഇൻപേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും കേസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ സ്ട്രോക്കിന്റെ ലക്ഷണത്തോടു കൂടി തന്നെയാണ് വരുന്നതെങ്കിൽ നേരെ തന്നെ ന്യൂറോളജിസ്റ്റിനെ ആയിരിക്കും കാണുന്നത് അല്ലെ. നെർവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നേരെ തന്നെ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി എന്താണ് ന്യൂറോളജി ഡോക്ടറിനെയാണ് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. Then a neurologist will begin their interaction with a patient by taking a comprehensive medical history and then perform a physical examination focusing on evaluating the nervous system. നമുക്ക് മറ്റു ഡോക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ന്യൂറോളജിസ്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. നമുക്കൊരു ടെമ്പറേച്ചർ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ജസ്റ്റ് ഡോക്ടർ എന്ന കാര്യങ്ങൾ ചോദിച്ചറിയാം അല്ലെ, എപ്പോഴാണ് പനി വന്നത്, അല്ലെങ്കിൽ എന്നാ ടെമ്പറേച്ചർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഡോക്ടറിന് ഡിസൈഡ് ചെയ്യാൻ തീരുമാനിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ പനിയുടെ ലക്ഷണമാണ്.
പെട്ടെന്ന് തന്നെ അല്ലേ ഇത്ര മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ഡോക്ടറിന് അറിയാം. അതേസമയം ഒരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരുപാട് സമയം അല്ലെ അവര് പാസ്റ്റ്ലി കുറച്ചും കൂടി ഹിസ്റ്ററി ചെകഞ്ഞ് ചോദിക്കും അല്ലെ, നിങ്ങൾക്ക് എങ്ങനെയാ കൈ എങ്ങനെ വെക്കാൻ പറ്റുന്നു, കാലെങ്ങനെയാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബ്രെയിൻ പറയുന്ന രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതായത് അത് അവരിൽ നിന്ന് ആ സിംറ്റംസ് കുറച്ചും കൂടി ചോദിച്ചറിഞ്ഞ് തന്നെ വേണം ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, neurologist examine patients who have been referred to them by other physicians in both the inpatient and outpatient settings. A neurologist will begin their interaction with a patient. അതായത് ആ പേഷ്യന്റുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിട്ട് എന്താണ്, ബൈ ടേക്കിംഗ് എ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി, ഒരു സമഗ്രമായിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി, അതായത് പേഷ്യന്റിന്റെ എന്താണ് മാറ്റേഴ്സ് എന്ന് അവരിൽ നിന്ന് സിംറ്റംസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ് അല്ലെങ്കിൽ ചലിപ്പിച്ച് അല്ലെ, നമ്മുടെ മിക്കപ്പോഴും അവരെ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് നോക്കും ഇങ്ങോട്ടേക്ക് നോക്കും അല്ലെ, കൈവിരൽ കൊണ്ടുവരും നേരെ ഇങ്ങോട്ടേക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് അവര് തീരുമാനം അല്ലെ അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുക. ഇന്ന ലക്ഷണങ്ങളാണ്, ഇന്ന നെർവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ആയിരിക്കും അല്ലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുക്കുന്നത്. വീണ്ടും പറയുന്നത് എന്താണ്, ആൻഡ് ദെൻ perform a physical examination focusing on evaluating the nervous system. Components of the neurological examination include assessment of the patient's cognitive function, motor strength, sensation, reflexes, then coordination and gait. അതായത് ഇതിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ അല്ലെ, നമ്മുടെ ശരീരം, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യമുള്ള ഒരു ശരീരമാണെങ്കിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലെ പറ്റും. ബ്രെയിൻ പറയുന്നത് എന്തും അത് അനുസരിച്ചിട്ട് തന്നെ കാല് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ കൈ മൂവ് ചെയ്യാനും നമ്മുടെ ശരീരം വളയ്ക്കാനും എല്ലാത്തിനും നമ്മളെ കൊണ്ട് അല്ലെ ശരീരത്തിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സെൻസേഷൻ, നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഓരോ തീ വരുമ്പോൾ കാണുമ്പോൾ അല്ലെ, നമുക്ക് ചൂട് വരുമ്പോൾ അനുഭവപ്പെടുമ്പോൾ അത് പിൻവലിക്കാനുള്ള ഒരു അവസ്ഥ, സെൻസേഷൻ അല്ലെ, അത് സാധ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ മോട്ടോർ സ്ട്രെങ്ത് എന്ന് പറയുന്ന ചലനശേഷി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൂടെ നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ റിഫ്ലെക്സ് അല്ലെ പ്രതിപ്രവർത്തനങ്ങൾ, കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചില സമയങ്ങളിലെല്ലാം നമ്മൾ ആത്മസമയം പാലിച്ചിട്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ചില സമയത്ത് ആത്മസമയം പാലിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ലേ, അവരെന്തോ ഒരു സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആ ഒരു സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്തത് വിശകലനം ചെയ്തിട്ടാണ് ഇവർക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. The neurologist do not perform a surgery. If one of their patients requires a surgery, they refer them to neurosurgeon that requires a surgical intervention. Then അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ന്യൂറോളജിസ്റ്റ് സാധാരണയായിട്ട് സർജറി കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, അത് ചെയ്യുന്നത് അല്ലെ ന്യൂറോ സർജൻ. ആ ഒരു സർജന്റെ നമുക്കറിയാം ന്യൂറോയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അത് കരസ്ഥമാക്കിയിരിക്കുന്ന ന്യൂറോ സർജൻ തന്നെയാണ് അത്തരത്തിലുള്ള സർജറി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. ന്യൂറോളജിസ്റ്റ് ജസ്റ്റ് മെഡിസിൻ അല്ലെ, എന്തൊക്കെ മെഡിസിൻസ് ഒക്കെ എടുക്കാം. ഇൻ കേസ് സർജറി വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ ഒരു പക്ഷെ പറ്റുമായിരിക്കും, പക്ഷെ സർജനൊക്കെ ചെയ്യുന്നത് ന്യൂറോ സർജൻ തന്നെയായിരിക്കും. അദ്ദേഹം എന്താണ് ദാറ്റ് റിക്വയർസ് സർജിക്കൽ ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ അവരായിരിക്കും സർജിക്കൽ ശസ്ത്രക്രിയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ന്യൂറോളജി എന്നുള്ള വിഭാഗം മനസ്സിലാക്കേണ്ടത് എന്താണ്, നെർവുമായി ബന്ധപ്പെട്ട അല്ലെ നമ്മുടെ ബ്രെയിൻ പറയുന്നതനുസരിച്ച് സാധാരണ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംതിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു സെൻസേഷൻ അല്ലെ, ഒരു റിഫ്ലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആരെങ്കിലും എന്താണ് തല്ലാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തല്ലിക്കൊണ്ട് നിൽക്കുമോ? ഇല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് പ്രതികരിക്കും അല്ലെ, നമ്മള് പറ്റാതെ നമുക്ക് കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അതേമാതിരി തന്നെ പൊള്ളലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അല്ലെ, നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെ പ്രതികരിക്കും. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്താണ് ആക്ട് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആത്മസംയമനം പാലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ, ഇതിനൊക്കെ എന്താണ് ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ട്രീറ്റ്മെന്റ് ആണ്
അപ്പൊ അതെല്ലാം എവിടെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഗേറ്റ് എന്ന് വെച്ചാൽ നടത്തം എന്നാണ്. നടക്കാനുള്ള നമ്മുടെ ശരിയായ പൊസിഷനിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ വേച്ച് പോകുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ വായിക്കുന്നുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചോളൂ. നമ്മള് ഒന്ന് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും അല്ലെ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, നടക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അല്ലെ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ്. ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേക്ക് വീഴ്ച അല്ലെ തളർന്നു പോകുന്ന ഒരവസ്ഥ, അതൊക്കെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നെർവ് അല്ലെ, നെർവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാഡീവ്യൂഹങ്ങള് പ്രതികരിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ്, ക്ഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റിനും സമീപിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ന്യൂറോളജി. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മള് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴേ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിനെയാണ് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ന്യൂറോ ഡോക്ടറിനെ കാണുക. ഇൻ കേസ് സർജറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ഡോക്ടറിനെയാണ് അല്ലെ സർജറി ചെയ്യണമെങ്കിൽ, ന്യൂറോയുമായി ബന്ധപ്പെട്ട സർജറി ചെയ്യുന്ന ഡോക്ടറിന്റെ പേരെന്താണ്? ന്യൂറോളജി. ഡോക്ടറിന്റെ പേര് പറയുമ്പോൾ ന്യൂറോ സർജൻ. ഓക്കെ, അത്രയാണ് ഈ ഒരു പാരഗ്രാഫില് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. ഓക്കെ, ന്യൂറോളജി എന്താന്നുള്ളതും ന്യൂറോ സർജൻ അത് എന്ത് ഡ്യൂട്ടിയാണ് അല്ലെ, അത് എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനും അല്ല. ന്യൂറോ സർജൻ ചെയ്യുന്നത് നെർവുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റീവ് അല്ലെ അത്തരത്തിലുള്ള ശസ്ത്രക്രിയ കാര്യങ്ങളാണ് ന്യൂറോ സർജൻ ചെയ്യുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞൊരു മറ്റൊരു കാര്യം, ഫിസിഷ്യൻ അല്ലെ പൊതുവെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആയിട്ടും ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. ഫിസിഷ്യൻ റെഫർ ചെയ്ത് ഒക്കെ കൊടുക്കുമ്പോഴാണ് സാധാരണയായിട്ട് ന്യൂറോളജിയെ കാണേണ്ടി വരുന്നത്. സാധാരണയായിട്ട് നമുക്കറിയാം ചെറിയ സിംറ്റംസ് ഒക്കെ ഫിസിഷ്യൻ അല്ലെ, അത് ചെറിയ ലക്ഷണങ്ങളായിരിക്കാം എന്ന് വെച്ച് ഫിസിഷ്യൻ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് ഒക്കെ ഉള്ള അല്ലെ അതൊക്കെ കറക്റ്റ് ടൈമിനുള്ളിൽ ആ മെഡിസിൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് അത് ഒരിക്കലും ലാഗ് ആവരുത് അല്ലെ. ഇപ്പൊ ഒരു ഫിസിഷ്യനെ കണ്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഒന്നും ഒരിക്കലും പാടില്ല. അപ്പൊ സ്ട്രോക്കിന്റെ ലക്ഷണമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂറോളജിയെ തന്നെ അല്ലെ ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണിച്ച് എത്രയും പെട്ടെന്നൊക്കെ മെഡിസിൻ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇൻ കേസ് ഇൻപേഷ്യന്റും ആവാം, ഒരു ഫിസിഷ്യൻ റെഫർ ചെയ്യുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് ഔട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങളും അദ്ദേഹം ഡീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നെഫ്രോളജിയാണ്. നെഫ്രോളജി വിഭാഗം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട വിഭാഗമാണ്? ഓക്കെ, കിഡ്നി. ഓക്കെ, കിഡ്നി ഫെയിലിയർ ഒക്കെ ആയിട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കിഡ്നി ഫെയിലിയർ ഒക്കെ വരുമ്പോഴാണ് സാധാരണയായിട്ട് നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടറിനെ നമ്മൾ സമീപിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നോക്കാം, നെഫ്രോളജി ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസീസസ് ദാറ്റ് അഫക്ട് ദ കിഡ്നി. നമുക്കറിയാം കിഡ്നി അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു രക്തപരിചരണ വ്യവസ്ഥ കൃത്യമായിട്ട് നടക്കാനായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെ. നമ്മള് എപ്പോഴും എന്തെങ്കിലും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയാലിസിസും കാര്യങ്ങൾക്കൊക്കെ മുതിരേണ്ടതായിട്ട് വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തുക ഏത് വിഭാഗത്തിലാണ്?
അതായത് നെഫ്രോളജി വിഭാഗത്തിലെ ഡോക്ടറിനെയാണ് കാണേണ്ടി വരുന്നത്. നെഫ്രോളജി ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ദാറ്റ് എഫക്ട് ദ കിഡ്നി ഇൻക്ലൂഡിംഗ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ നമ്മളിപ്പോ ഒരുപാട് വെള്ളവും ഇതൊക്കെ കൂടി വരുമ്പോൾ നമ്മുടെ ആ വ്യവസ്ഥയിൽ ഇച്ചിരി കൂടി അല്ലെ കാര്യങ്ങളെല്ലാം ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുകൾ, അതായത് അതുമായി ബന്ധപ്പെട്ട എല്ലാം ഇഷ്യൂസുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിലും അതേമാതിരി തന്നെ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരുമ്പോഴും ശരിയായ വണ്ണം കിഡ്നിക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ വരും. അത്തരം സമയങ്ങളിലെല്ലാം കാണേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന വിഭാഗം. ഇതിൽ ജസ്റ്റ് അധികം പറയുന്നൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ, അതായത് റീനൽ replacement therapy including dialysis and transplant are also carried out by a nephrologist. അതായത് നെഫ്രോളജിസ്റ്റിന്റെ ഒരു അണ്ടറിൽ തന്നെയാണ് നമ്മുടെ എന്താണ് കിഡ്നി ഫെയിലിയർ ആകുമ്പോൾ ട്രാൻസ്പ്ലാന്റ് അല്ലെ വീണ്ടും അത് മാറ്റിവെക്കുന്ന പ്രക്രിയയൊക്കെ നടത്തുന്നതും ഇദ്ദേഹത്തിന്റെ ആ ഒരു അണ്ടറിൽ തന്നെയാണ്. നെഫ്രോളജി വിഭാഗത്തിന്റെ കീഴിലാണ് അത്തരം അല്ലെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത്. ഇത്രയും മാത്രമാണ് നെഫ്രോളജിയെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യം നമുക്കറിയാം. കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. അത് പ്യൂരിഫൈ ചെയ്ത് അല്ലെ വീണ്ടും ബ്ലഡൊക്കെ കയറ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ, ഡയാലിസിസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരണങ്ങളൊന്നും ഇന്നത്തില് പറയുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് സമീപിക്കേണ്ടത് നെഫ്രോളജി വിഭാഗത്തിനെയാണ്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മിക്ക അല്ലെ ഇതിന്റെയൊക്കെ ഓരോ വിഭാഗങ്ങൾ ധാരാളം പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. പിന്നെ എന്താണ് കിഡ്നി മാറ്റിവെക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താണ് നെഫ്രോളജിസ്റ്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നെഫ്രോളജി എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന്, നെഫ്രോളജി വിഭാഗം എന്തുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, കിഡ്നിയുമായി ബന്ധം അല്ലെ. അത് ഓർത്ത് വെക്കുക ഏത് വിഭാഗമാണ് എന്നുള്ള കാര്യം. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിനെ കുറിച്ച് നോക്കാം. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ? ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ദാറ്റ് യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ടു ഡയഗ്നോസിസ് ആൻഡ് അസർട്ടൈൻ ദ സെവറിറ്റി ഓഫ് or treat a variety of diseases including many type of cancers, heart disease, then gastrointestinal, endocrine, neurological disorder and other abnormalities within the body. അതായത് നമുക്കറിയാം പണ്ട് കാലത്ത് അല്ലെ എല്ലാ കാര്യത്തിനും എന്താണ് ഓപ്പറേഷനും മാത്രം സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ നമുക്കറിയാം ഒരു പഴയ എക്സ്റേ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഇപ്പൊ കേട്ട് തുടങ്ങിയത്. പിന്നെ എന്തായി CT സ്കാനായി, MRI സ്കാനായി, അങ്ങനെ പലതരത്തിലുള്ള സ്കാനിങ് ഫെസിലിറ്റീസ് ഒക്കെ വീണ്ടും എന്താണ് നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ വന്നു. അതുമാതിരി തന്നെ അപ്പൊ നമുക്ക് മനസ്സിലായി അല്ലെ, നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഭാഗത്ത് മാത്രമാണെങ്കിൽ നമ്മൾ CT എടുക്കാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അതല്ലെങ്കിൽ എന്താണ് മുഴുവൻ അല്ലെ ഒരു ബോഡിയുടെ മുഴുവൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമുക്ക് MRI സ്കാൻ എടുത്തിട്ട് എവിടെയാണ് അസുഖം എന്ന് കണ്ടുപിടിക്കും. ഇതുമാതിരി തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് അല്ലെ ആന്തരിക അവയവങ്ങളില് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം ഇപ്പൊ ഹോർമോൺസുകൾ വരെ അല്ലെ അതിന് എന്തെങ്കിലും ഇഷ്യൂസുകൾ വരെ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അത് കണ്ടെത്തിയാൽ മാത്രം നമുക്കറിയാം ആ പ്ലേസ് മാത്രം അല്ലെ സർജറി ചെയ്ത് പരിശോധിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടേറിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ആ ഒരു നല്ല രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ ബേസിൽ തന്നെ നമുക്ക് എന്താണ് ഇത് ഇമേജുകൾ ഏത് ഭാഗമാണോ അത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഒരു പിക്ചറൈസേഷൻ കിട്ടുന്നു അല്ലെ. അപ്പൊ റേഡിയോആക്റ്റീവ് തരംഗങ്ങൾ കൊടുത്ത് വിട്ട് അല്ലെ അത് മെഡിസിനിലൂടെ തന്നെ കടത്തി വിട്ടിട്ട് ഏത് ഭാഗത്തെയാണോ ആ ഭാഗങ്ങളിലെല്ലാം ഇമേജസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഡോക്ടേഴ്സിനെ കണ്ടെത്തിയിട്ട് അവിടെ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഡോക്ടറിന് തീരുമാനിക്കാൻ പറ്റും. അതാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് മെഡിക്കൽ ഇമേജിങ് കിട്ടുന്നു. മെഡിക്കൽ ഇമേജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഏതെങ്കിലും മെഡിസിൻ അല്ലെ സാധാരണയായിട്ട് ഞരമ്പിലൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള അല്ലെ ക്യാമറയോട് കൂടിയ സംഭവങ്ങൾ കടത്തി വിടുക. അത് ഇത്തരത്തിലുള്ള എത്ര സമയം ചിലതിലൊക്കെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ക്യാൻസർ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ അല്ലെ ഇത് കണ്ടെത്താനായിട്ട് എന്തിനെയാണ് ഈ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ട്, നമുക്ക് അത് അങ്ങനെ ഒരുപാട് അല്ലെ സാധാരണ രീതിയിൽ പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്താനായിട്ടാണ് ന്യൂക്ലിയർ മെഡിസിന്റെ ഒരു റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്
ഇത്തരത്തിലുള്ള ഇമേജുകൾ കണ്ടെത്തുവാനുള്ള ഒരു ഇതാണ് ഇതിൽ പറയുന്നത്, ന്യൂക്ലിയർ മെഡിസിൻസിൽ പറയുന്നത്. Nuclear medicine is a branch of medical imaging that uses a small amount of radioactive material to diagnose and ascertain the severity of or treat a variety of diseases. അതായത് നമുക്കൊരു പിക്ചർ അല്ലെ, ഇപ്പൊ സ്കാൻ ചെയ്ത് കണ്ടെത്തുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു എക്സ്റേ അല്ലെങ്കിൽ CT അതേമാതിരി MRI ഒക്കെ ചെയ്ത് കിട്ടുന്ന മാതിരി തന്നെ ഇമേജുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ന്യൂക്ലിയർ മെഡിസിൻ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡോക്ടറിന്റെ മുമ്പിൽ ക്ലിയർ പിക്ചറുകളാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്ത് സംഭവിക്കാൻ സാധിക്കും? അവർക്ക് അല്ലെ രോഗനിർണയം കണ്ടെത്താനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഏത് തരത്തിലുള്ള ഡിസീസ് ആണ് അല്ലെ, ഏത് തരത്തിലുള്ള അസുഖമാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ ഇൻക്ലൂഡിങ് മെനി ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസറുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഹേർട്ട് ഡിസീസസ്, അതായത് ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെ ഡിസീസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രം എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, അതായത് നമുക്കറിയാം എന്താണ് എൻഡോക്രൈൻ അല്ലെ, നമ്മുടെ എന്താണ് ഹോർമോണുകൾ അല്ലെ, ഹൈപ്പോതലാമസ്, തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അങ്ങനെ പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട് നമുക്കറിയാം. അതൊക്കെ ആനുപാതികമായിട്ട് അല്ലെ കൃത്യമായ രീതിയിൽ തന്നെ ഓരോ ടൈം ടു ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അതിന്റെയൊക്കെ എന്തെങ്കിലും അഭാവമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കേണ്ടതുണ്ട് അല്ലെ, അത് അവർക്ക് ആ പേഷ്യന്റിനെ റെഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർണയിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് അല്ലെ ഇപ്പോഴത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു ഡിവൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി എന്താണ് അതിൽ പറഞ്ഞു നിർത്തിയത്? അതേമാതിരി തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആൻഡ് അതർ അബ്നോർമാലിറ്റീസ് വിത്തിൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഒരു അല്ലെ നമ്മൾ പറ്റാവുന്ന അല്ലെ ഡോക്ടേഴ്സിന് അറിയാം ചില കാര്യങ്ങൾക്ക് ചില ഡോക്ടേഴ്സ് ചില ടെസ്റ്റുകളെ വിധേയമാക്കാൻ പറയും അല്ലെ, ഒരു സ്പെക്ട് ടെസ്റ്റ് അല്ലെങ്കിൽ പെറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് കടത്തി വിട്ടിട്ട് ഒരു ക്ലിയർ ഇമേജ് കണ്ടെത്തിയിട്ട് ആ ഇമേജിലൂടെ ഡോക്ടേഴ്സ് മനസ്സിലാക്കിയെടുക്കാണ് ഇന്ന പ്രോബ്ലം ആണ് അല്ലെ, ഇന്ന ഹോർമോണിന്റെ കുറവാണ്, ഇന്ന ഭാഗത്ത് ക്യാൻസറുകൾ വന്നിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഹേർട്ടിലെ ബ്ലോക്ക് സംഭവിച്ചിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. Then example of diseases treated with the nuclear medicine procedures are hypothyroidism, thyroid cancer, lymphomas, and bone pain from some types of cancer. സാധാരണയായിട്ട് പലതരത്തിലുള്ള ക്യാൻസറുകൾ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതേമാതിരി ബോൺ പെയിൻ അല്ലെ, ചിലർക്ക് നമുക്കറിയാം ഒരു എക്സ്റേ എടുത്തിട്ടും പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ, എക്സ്റേയിലൊന്നും ഒടിവോ ചെതവോ ഒന്നുമില്ല, പക്ഷെ അവർക്ക് എന്തെങ്കിലും അല്ലെ അതിന്റെ ഉള്ളിലെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവാം. അതൊക്കെ കണ്ടെത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഡോക്ടേഴ്സ് കണ്ടെത്തുന്നത്. Then എന്താ പറയുന്നത്, സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് allow doctors to track the path of these radioactive traces. അതായത് ഇതിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്ന് എന്താണ്, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ഇതിന്റെയൊക്കെ ഒപ്പം തന്നെ എന്താണ് ചെറിയ തരത്തിലുള്ള അല്ലെ ക്യാമറാസും കൂടി അതിനോടൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഡോക്ടേഴ്സ് ടു ട്രാക്ക് ദ പാത്ത് ഓഫ് ദീസ് റേഡിയോആക്റ്റീവ് ട്രേസസ്. ഇങ്ങനെ റേഡിയോആക്റ്റീവ് ട്രേസസ് അല്ലെ ഈ ഒരു റേഡിയോആക്റ്റീവ് മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഈ ക്യാമറയിൽ നിന്നും കൃത്യമായിട്ട് അല്ലെ കൊടുത്തു കഴിയുമ്പോൾ ആ ക്യാമറയിൽ നിന്നും ഇമേജുകൾ കണ്ടെത്താൻ സാധിക്കും, എന്താണ് ഈ ഒരു പ്രോബ്ലം എന്ന് ഡോക്ടേഴ്സിന് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. For the most diagnostic studies in a nuclear medicine, the radioactive tracer is administered to a patient by intravenous injection, single photos immersion, computer tomography or a SPECT. അതായത് നമുക്കറിയാം ഇൻട്രാവീനിയസ് അല്ലെ, നമ്മളെ ഞരമ്പിലൂടെയാണ് ഈ ഒരു ഇത് കൊടുത്തു വിടുന്നത് അല്ലെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ് കടത്തി വിടുന്നത്. അതിലൂടെ കടത്തി വിടുമ്പോഴാണ് കൃത്യമായിട്ട് ഇമേജസ് മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സ് എന്താണ് പ്രോബ്ലംസ് എന്ന് കണ്ടെത്തുന്നത്. അത് വ്യത്യസ്ത തരത്തിലുണ്ട് അല്ലെ, ഒന്ന് സ്പെക്ട് എന്നും മറ്റൊന്ന് എന്താണ് പെറ്റ് അല്ലെ, പെറ്റ് സ്കാൻ അല്ലെങ്കിൽ സ്പെക്ട് സ്കാൻ ആണ് സാധാരണയായിട്ട് എടുക്കുന്നത്. എന്താണ് സ്പെക്ട് സ്കാൻ എന്ന് പറയുമ്പോഴും എന്താണ് സിംഗിൾ
ഫോട്ടോൺ ഇമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ. പിന്നെ ആൻഡ് പോസ്റ്റോൺ ഇമിഷൻ ടോമോഗ്രഫി, പെറ്റ് ടെസ്റ്റ് അല്ലെ, പെറ്റ് സ്കാൻ. അങ്ങനെ 2 തരത്തിലുള്ള സ്കാനുകളാണ് ഡോക്ടേഴ്സ് സാധാരണയായിട്ട് നിർദ്ദേശിക്കാറുള്ളത്. Then are the 2 most common imaging modalities in nuclear medicine. ഇങ്ങനെ 2 തരത്തിലുള്ള ന്യൂക്ലിയർ മെഡിസിൻസ് ആണ് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ്, സാധാരണ നെർവിലൂടെ തന്നെ അല്ലെ, ഇൻട്രാവെനസ് കനാൽ വഴിയായിട്ട് തന്നെയാണ് ഈ ഒരു ഇത് ഇൻജക്ഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഈ ക്യാമറയുടെ രൂപത്തിൽ തന്നെ ഇമേജുകൾ മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് എന്താണ് രോഗം അല്ലെ, എവിടെയാണ് പ്രോബ്ലംസ് എന്ന് കണ്ടെത്തുന്നത്. 2 തരത്തിലുള്ള ഇതുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അല്ലെ സ്പെക്ട്, അതിന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ചിലതിന് കുറച്ച് കൂടുതൽ നേരം അല്ലെ ആ ഒരു മെഡിസിൻ ഇൻജക്ട് ചെയ്ത് തിരിച്ച് ഇറങ്ങുന്ന വരെ ഒരു 6 hours ഇതിന്റെ ഒരു പിക്ചേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അതിനധികം സമയം ഇല്ല അല്ലെ, 75 seconds മാത്രമാണ് അത് ബോഡിയിലേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ അതിന്റെ വ്യത്യസ്തം അനുസരിച്ചിട്ട് സ്പെക്ട് സാധാരണ രീതിയിൽ ചിലവ് കുറഞ്ഞ ഒന്നാണ്, പക്ഷെ പെറ്റ് സ്കാൻ എന്ന് പറയുമ്പോൾ അതിന് ചിലവേറിയ ഒന്ന് തന്നെയാണ്. സ്പെക്ടില് നമ്മൾ പറഞ്ഞ മാതിരി 6 hours ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്കാനിങ് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 2 ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ ഡോക്ടേഴ്സിന് അല്ലെ ചില നമുക്ക് സാധാരണ രീതിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ആണെങ്കിൽ, ഒരു ക്യാൻസർ സാധാരണയായിട്ട് വരുമ്പോൾ നമുക്കറിയാം അല്ലെ, ടെസ്റ്റിന് വിധേയമാക്കി അല്ലെ, ബയോപ്സിക്കൊക്കെ സാധാരണയായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ബയോപ്സിക്കൊക്കെ അയച്ച് അങ്ങനെ നമ്മൾ കണ്ടെത്തി കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അല്ലെ കണ്ടെത്താനായിട്ട് സ്കാനുകളൊക്കെ, ഇത്തരത്തിലുള്ള സ്കാനുകളൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അതിലൂടെ കൃത്യമായിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതുകൾ കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള പിക്ചേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഇത് ഇന്ന രോഗമാണെന്നൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അതില് സ്പെക്ട് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അല്ലെ നമ്മളുടെ ഇതിന്റെ ഇതനുസരിച്ചിട്ട് സ്പെക്ടില് ടെക്നീഷ്യം 99M എന്നുള്ള ഒരു റേഡിയോ ആക്റ്റീവ് ആണ് കടത്തിവിടുന്നത് സാധാരണയായിട്ട് സ്പെക്ടിൽ. അത് മാത്രമല്ല അത് നാച്ചുറലി കിട്ടാൻ എളുപ്പമുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ടും അത് കോസ്റ്റ്ലി കുറവാണ്. പിന്നെ ഒരു 6 hours നമ്മളിപ്പോ ഇതൊരു ഈ ഒരു അല്ലെ നമ്മളൊരു ഇത് നെർവിലൂടെ കടത്തി വിടുമ്പോൾ, സാധാരണ ഇൻട്രാവീനിയസ് വഴി നമ്മൾ കടത്തി വിടുമ്പോൾ ആ ഒരു എവിടേക്കൊക്കെയാണ് ചലിക്കേണ്ടത് അല്ലെ, അതിപ്പോ ഹേർട്ടുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് കണക്കാക്കാനാണെങ്കിൽ അത് ആ ഒരു നെർവിലൂടെ തന്നെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും ടൈമിനുള്ളിൽ അവർക്ക് അത്രയും പിക്ചർ ഇമേജുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. തന്നെ അത് വിഷ്വലൈസ് ചെയ്ത് ഡോക്ടറിന് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എത്രത്തോളം ഇത് അല്ലെ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും. പെറ്റില് ഓക്കെ, പെറ്റില് ഇതിന്റെയൊക്കെ ഇത് കൃത്യമായിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിംഗിൾ ഫോട്ടോൺ ഇമേഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നൊക്കെ ഇതിന്റെയൊക്കെ ആ ഒരു ഇത് കൃത്യമായിട്ട് തന്നെ ഡീവിയേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അബ്രിവേഷനും അതിന്റെ എക്സ്പാൻഷനും മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ പെറ്റിലാണെങ്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റുബീഡിയം 82 എന്നുള്ള ഒരു റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത 75 seconds അത് മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് വേറെ എന്തെങ്കിലും അല്ലെ കുറച്ചും കൂടി ഇതും കൂടി ഉണ്ട്, പക്ഷെ അത് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പെറ്റ് ടെസ്റ്റ് ഇത്തിരി ചെറിയ ഒന്നുകൂടിയാണ് എന്ന് പറയുന്നു. അപ്പൊ 2 തരത്തിലുള്ള സ്കാൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്പെക്ട് എന്നുള്ള സ്കാൻ ഉണ്ട്, പെറ്റ് എന്നുള്ള സ്കാൻ ഉണ്ട്. രണ്ടിലും 2 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്.
അത് ഒന്നില് ഇത്രയും അവേഴ്സ് നമുക്ക് അതിന്റെ ഇമേജസ് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ മറ്റൊന്നില് ഇത്രയും സെക്കൻഡ് അല്ലെ 75 സെക്കൻഡ്സിൽ ഇതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ചിലതിന് അല്ലെ ശരീരത്തിലേക്ക് കിടത്തി വിടുമ്പോൾ റിയാക്ഷൻസ്, അതെ അതാണ് ഒരു പ്രത്യേകത. റിയാക്ഷൻസിന് വ്യത്യാസമുണ്ട്. പെറ്റിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ശരീരത്തിലേക്ക് ചില റേഡിയേഷൻസിന്റെ ഇത് കുറവായിരിക്കും, അതേസമയം സ്പെക്റ്റിന്റേതിന് അതിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു കൗണ്ടബിൾ വ്യത്യാസമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസും ഇതുകളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സ് കൃത്യമായിട്ട് നിർദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു ഏത് തരത്തിലുള്ളത് യൂസ് ചെയ്യണമെന്ന്, ഏത് തരത്തിലുള്ള സ്കാൻ പറ്റുമെന്നുള്ളത് ഫിനാൻഷ്യലി കാര്യങ്ങളും അതോടൊപ്പം തന്നെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്ന മറ്റു മാറ്റേഴ്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ നോക്കിയിട്ടായിരിക്കും ആ സ്കാനിങ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ള കാര്യം മനസ്സിലായോ? എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ളത്? അതായത് സാധാരണ രീതിയിലുള്ള ഒരു മെഡിസിൻ കഴിക്കുന്ന ഒരു ഇതല്ല അത് എന്ന് പറഞ്ഞാൽ പിക്ചറൈസേഷൻ അല്ലെ, പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വിഷ്വല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും? മനസ്സിലായില്ല, എന്ത് മനസ്സിലാക്കാനാണെന്ന് ചോദിച്ചത്? ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്താന്നുള്ള കാര്യം മനസ്സിലായോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ന്യൂക്ലിയർ മെഡിസിൻ അതെ, ഉള്ളിലെ ഇമേജ് ആണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്താണ് അല്ലെ ഉള്ളില് എവിടെയാണോ പ്രോബ്ലംസ് എന്നുള്ളത്. ഇപ്പൊ തൈറോയിഡിന്റെ ക്യാൻസറോ അല്ലെങ്കിൽ എന്താണ് ബോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്യാൻസറോ, നമ്മൾ നേരത്തെ പറഞ്ഞു നെർവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ശരീരത്തിൽ എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്കെല്ലാം ഓപ്പൺ സർജറി ചെയ്തിട്ടല്ല അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ഓപ്പൺ സർജറി ചെയ്ത് നമുക്ക് ശരീരത്തിന് എന്താണെന്ന് കൃത്യമായിട്ട് പറ്റാത്ത അവസ്ഥയിൽ ഏത് ഭാഗത്താണ് സർജറി നടത്തേണ്ടതെന്നോ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ടെസ്റ്റുകൾക്ക് വിധേയമായിട്ട് അല്ലെ അത് എന്താണെന്ന് ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ്, ആ ഒരു ഇഞ്ചക്ഷനിൽ കൂടെ തന്നെയാണ്, ഇത് ഒരു ഇഞ്ചക്ഷൻ ആണ്, ഇഞ്ചക്ഷനിൽ കൂടെയാണ് ഈ ഒരു ഇമേജ് കണ്ടെത്താനുള്ള ആ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് ഡോക്ടേഴ്സിന് അത് കൃത്യമായിട്ട് അതെല്ലാം ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും ഏത് വ്യക്തികൾക്കൊക്കെയാണ് അല്ലെ ഇത്രയും ഏജും കാര്യങ്ങളൊക്കെ കിഡ്സിനൊക്കെ ഇത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഡോക്ടേഴ്സ് കൃത്യമായിട്ട് തന്നെ ഡിസൈഡ് ചെയ്യും. ഒരു മനുഷ്യന്റെ ആരോഗ്യാവസ്ഥയും കൂടി കണക്കാക്കിയിട്ടും അല്ലെ എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് ഡോക്ടേഴ്സ് പറയുന്നത്, നിർദ്ദേശിക്കുന്നത്. അതെ, എൻഡോസ്കോപ്പി പോലെ തന്നെ നമുക്ക് അറിയാം. എൻഡോസ്കോപ്പി ഒക്കെ ആണെങ്കിൽ അല്ലെ നമ്മുടെ ഉദരത്തിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, സ്ട്രോമക്കുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ എൻഡോസ്കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നാച്ചുറലി അത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇതെന്ന് പറയുമ്പോൾ ഇൻട്രാവീനിയസ്, അത് മെഡിസിൻ ഇഞ്ചക്ട് ചെയ്താണ് കയറ്റുന്നത്, ഞരമ്പിലൂടെയാണ് അത് കടത്തി വിടുന്നത്. മറ്റേതാവുമ്പോൾ നമുക്കറിയാം അല്ലെ എൻഡോസ്കോപ്പി ആവുമ്പോൾ നമ്മൾ അല്ലെ സാധാരണയായിട്ട് വിഴുങ്ങിയിട്ടാണ് ആ എൻഡോസ്കോപ്പി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ഇത് എന്താ പറയുക, ഈ കാലഘട്ടത്തിലെ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇതുകളാണ്. നമുക്കറിയാം ഇത് ഒരുപാട് നാളുകളായി അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ രോഗനിർണയം നടത്താനായിട്ട് രണ്ടും ഇതാണ് സ്കാനിങ് ടെസ്റ്റുകളാണ്. ഒന്നിന് എന്താണ് കുറച്ച് സമയം നമുക്ക് പിക്ചർ കിട്ടാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെതായ ചില ദൂഷ്യങ്ങളും ഉണ്ടാവും അല്ലെ. നമ്മൾ എന്തെങ്കിലും ശരീരത്തിലേക്ക് എന്തെങ്കിലും എത്ര സമയം അത് കൈകാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര സെക്കൻഡ് മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ, പെട്ടെന്ന് തന്നെ അല്ലെ അത് നിർജീവമാവും. അപ്പൊ നമ്മൾ ചിലപ്പോ ഡോക്ടേഴ്സ് അല്ലെ നിർജീവമായി പോകുന്ന ഒരു അവസ്ഥയാവുമ്പോൾ അതിന്റെ ആ ഒരു 75 സെക്കൻഡ്സ് മാത്രം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ആ ഒരു റേഡിയാക്റ്റീവ് ഇത് പോകുന്നുള്ളൂ. അപ്പൊ
അതോടുകൂടി അല്ലെ, അതുകൊണ്ട് തന്നെ അത് ശരീരത്തിന് ഇതായിരിക്കും. പക്ഷെ എന്താണ് കോസ്റ്റ്ലി ആയിരിക്കും. 75 സെക്കൻഡ്സ് മാത്രമേ നമുക്ക് ഇമേജസ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ബോഡി ബാഡ് ആവാനായിട്ടൊക്കെ സാധ്യത. ചില സ്കാനുകൾക്ക് അതിൻ്റെതായ പ്രോബ്ലംസും ഉണ്ടാകും, അതേമാതിരി തന്നെ ഗുണങ്ങളും ഉണ്ട് അല്ലെ. രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ്ലി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ് ഇതില് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് എന്തെങ്കിലും? ഒന്ന് രണ്ട് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. സ്പെക്ട് അല്ലെ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, തന്നെ പോസ്റ്റോൺ എമിഷൻ ടോമോഗ്രാഫി പെറ്റ്, ആ സ്കാനുകളൊക്കെ നോട്ട് ചെയ്യുക. തന്നെ ഇതെന്താണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെർവിലൂടെയാണ് അത് കൊടുക്കുന്നത് എന്ന കാര്യം ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് സാധാരണയായിട്ട് പലതരത്തിലുള്ള ഡയഗ്നോസിസ്. പെറ്റ് ടൈം പറയുന്നത് 75 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വിഭാഗത്തിലേക്ക് പോകാം. ഓങ്കോളജി കുറേശ്ശെ പോകുന്നുണ്ട്. നമ്മളിപ്പോ വളരെ എന്താ പറയാ, ന്യൂറോളജി, നെഫ്രോളജി, ദെൻ ന്യൂക്ലിയർ മെഡിസിൻ, ഇതും കൂടി എടുക്കാലോ. ഓൺകോളജിയിലേക്ക് കൂടെ പോകാം. ഒരു 3-4 പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. ഓക്കെ, ഓൺകോളജി എന്ന വിഭാഗം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓക്കെ, ക്യാൻസറുമായി ബന്ധപ്പെട്ടത്. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറീസ് ആൻഡ് ട്രീറ്റ് ഓൾ kinds of കണ്ടിന്യൂ ചെയ്യണം. all kinds of cancers and provides a wide range of chemotherapy treatment and radiotherapy for cancers, tumors and blood disorders. അതായത് നമുക്കറിയാം ക്യാൻസർ അല്ലെ, ക്യാൻസർ എന്ന് പറയുന്നത് വല്ല മഴകളോ അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ടൊക്കെ ഡിസോർഡർ ഒക്കെ ആവുമ്പോൾ സാധാരണയായിട്ട് ക്യാൻസറുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്കെല്ലാം സമീപിക്കേണ്ടത് ഓൺകോളജി വിഭാഗത്തിനെയാണ്. നമുക്കറിയാം ക്യാൻസർ സാധാരണയായിട്ട് ഒരു ക്യാൻസർ ഒക്കെ രൂപപ്പെടുമ്പോൾ ഒരു സർജറി നടത്തി അത് റിമൂവ് ചെയ്ത ഒരുപക്ഷെ മാറാം അല്ലെ. അത് സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ അത് ഏത് ഭാഗത്താണ് കണ്ടെത്തി അതൊന്ന് റിമൂവ് ചെയ്യുക, ഒരു ബയോപ്സി ഒക്കെ അയച്ച് ക്യാൻസർ ആണ് കണ്ടെത്തി അത് ആ ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നതാണ് എങ്കിലൊക്കെ അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെ, അങ്ങനെ നമുക്ക് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ മെഡിസിൻ കൊടുത്തല്ലേ, മെഡിസിൻ കൊടുത്ത് നമുക്ക് ആ ഒരു അസുഖത്തിനെ എന്താ പറയാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പരമാവധി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിലും കൈകാര്യം ചെയ്യാം. കീമോതെറാപ്പി അല്ലെ, മെഡിസിൻ കൊടുത്തൊക്കെ ഇൻജക്ട് ചെയ്തൊക്കെ പല രീതിയിലും ക്യാൻസറുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് അതും പറ്റാതെ ആവുമ്പോഴാണ് റേഡിയോ തെറാപ്പിക്കൊക്കെ അല്ലെ, ഇതേമാതിരി തന്നെ റേഡിയോ കേന്ദ്രങ്ങളെല്ലാം കടത്തി വിട്ടിട്ട് അവിടെയൊക്കെ നശിപ്പിച്ച് അല്ലെ കരിയിപ്പിച്ച് കളഞ്ഞിട്ട് അങ്ങനെയും ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ഏത് വിഭാഗത്തിലാണ് ചെയ്യേണ്ടത്? ഓൺകോളജി വിഭാഗം. ഓക്കെ, ഓൺകോളജി എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ക്യാൻസറിന്റേതായ ട്രീറ്റ്മെന്റ് അല്ലെ, ഏത് ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓപ്പറേഷൻ ചെയ്തൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ട്രീറ്റ്മെന്റ്, അതല്ലെങ്കിൽ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ട്രീറ്റ്മെന്റ് എല്ലാം ക്യാൻസറുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റും ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലാണ് സമീപിക്കേണ്ടത്. This department is usually connected with all the other departments as a reference cannot be made when one department cannot diagnose the patient's problems. നമുക്കറിയാം മിക്കപ്പോഴും അല്ലെ പെട്ടെന്ന് തന്നെ ക്യാൻസർ ആണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കാറില്ല അല്ലെ. പലപ്പോഴും വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് പരിശോധനകളൊക്കെ നടത്തി അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോഴാണ് ഒരുപക്ഷെ ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ ഓൺകോളജി വിഭാഗത്തിലേക്ക് സമീപിക്കേണ്ടതായിട്ട് വരുന്നത്. Doctors also carry out tumor removal procedures which are then sent for a biopsy to verify whether the tumor is harmful or not. നമുക്കറിയാം ട്യൂമർ ഒക്കെ വരുമ്പോൾ അത് അല്ലെ നമ്മൾ ഹാർംഫുൾ ആണോ അല്ലെ, ഒരുപാട് ബുദ്ധിമുട്ടേറിയതാണോ അല്ലെ എന്നൊക്കെ ബയോപ്സിക്കൊക്കെ അയച്ച് മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അത് കണ്ടെത്തുന്നത്. Then the field of oncology has 3 major areas. അതുകൊണ്ട് തന്നെ 3 ഏരിയാസ് ആയിട്ടാണ് ഈ ഓൺകോളജി വിഭാഗത്തിന്റെ ഫീൽഡ് കൈകാര്യം ചെയ്തു പോകുന്നത്. മെഡിക്കൽ ഓൺകോളജി, അതായത് ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി, അതായത് മെഡിസിനോട് കൂടിയിട്ട് ക്യാൻസർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ കീമോതെറാപ്പിയും ഒക്കെ അതിലെ അല്ലെ മെഡിസിൻ ഒക്കെ ഇൻജക്ട് ചെയ്ത് കയറ്റിയിട്ടും ഈ ഒരു ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത്
മെഡിക്കൽ ഓൺകോളജി വിഭാഗമാണ്. ഓക്കെ, ഓൺകോളജി എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ മെഡിക്കൽ ഓൺകോളജി വിഭാഗം എന്ന് പറയുന്നത് മെഡിസിൻ വെച്ചുകൊണ്ട് അല്ലെ, കീമോതെറാപ്പി ആണെങ്കിലും മെഡിസിൻ വെച്ചിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും മെഡിക്കൽ ഓൺകോളജി വിഭാഗത്തിലാണ്. ദെൻ സർജിക്കൽ ഓൺകോളജി. സർജിക്കൽ ഓൺകോളജിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സർജിക്കൽ അല്ലെ, സർജറിയുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഉള്ള സർജറികളെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? സർജിക്കൽ ഓൺകോളജി. ദ സർജിക്കൽ ആസ്പെക്ട് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിങ് ബയോപ്സി അല്ലെ, ബയോപ്സിക്ക് അയച്ച് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുന്ന ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന എല്ലാം ഇതിലാ പെടുന്നത് സർജിക്കൽ ഓൺകോളജി. ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, അതായത് നമ്മൾ കട്ട് ചെയ്ത് അല്ലെ എവിടെയെങ്കിലും സർജറി ഓപ്പറേറ്റ് ചെയ്ത് നീക്കി കളയുന്ന അവസ്ഥകളെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? സർജറി ഓൺകോളജി വിഭാഗത്തിൽ, അതായത് ഓൺകോളജി വിഭാഗത്തിലെ സർജിക്കൽ ഏരിയയാണ്. ദെൻ റേഡിയേഷൻ ഓൺകോളജി, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സർജറി കൊണ്ട് പറ്റാത്ത അവസ്ഥകളൊക്കെ വരുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? റേഡിയേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. റേഡിയേഷൻ തെറാപ്പി യൂസസ് കെയർഫുള്ളി ടാർജറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ഡോസസ് ഓഫ് ഹൈ എനർജി റേഡിയേഷൻ ടു കിൽ ക്യാൻസർ സെൽസ്. ക്യാൻസറുകളുടെ സെല്ലുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയേഷൻ അല്ലെ കൊടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവര് റേഡിയേഷൻ ഒക്കെ കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് നമുക്കറിയാം ആ സെല്ലുകളെ നശിപ്പിച്ച് കളയുക അല്ലെ, ആ കലകളെ കരിയിച്ച് കളയുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തിൽ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രിക്കോഷൻസ് അല്ലെ, മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഓരോന്നും വിഭാഗമാക്കി തിരിച്ചൊക്കെയാണ് ഓൺകോളജി വിഭാഗത്തില്. ക്യാൻസറുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റും ഓൺകോളജി വിഭാഗത്തിലാണ് നടത്തുന്നത്. അല്ലെ മെഡിക്കൽ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ഇൻക്ലൂഡിങ് കീമിയോതെറാപ്പി അല്ലെ, മെഡിസിൻ ഇൻജെക്ട് ചെയ്ത് കൈകാര്യം ചെയ്യുന്നതാണ് എങ്കിലും അത് മെഡിക്കൽ ഓൺകോളജി വിഭാഗത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർജറികളും ഇൻ കേസ് ബയോപ്സിക്ക് അയക്കുന്ന സർജറികളാണ് എങ്കിലും അതെല്ലാം തന്നെ സർജിക്കൽ ഓൺകോളജി വിഭാഗത്തിലാണ്. ദെൻ എന്താണ്? സെല്ലുകളെ കരിയിച്ച് കളയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അല്ലെ, റേഡിയേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് റേഡിയേഷൻ ഓൺകോളജി വിഭാഗമാണ്. അവിടെയാണ് റേഡിയേഷൻ തെറാപ്പി അല്ലെ, അവിടെയെല്ലാം റേഡിയേഷൻ തെറാപ്പി നടത്തുന്നവർക്ക് സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യും അല്ലെ. അതിന്റെ കിരണങ്ങളെല്ലാം ശരീരത്തിലേക്ക് മറ്റുള്ളവർക്കും പകരാനൊക്കെയാണ് അല്ലെ, അവർക്കും അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉളവാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ഒരു റേഡിയോളജി വിഭാഗത്തിൽ അല്ലെ, റേഡിയോളജി അല്ല റേഡിയേഷൻ ഓൺകോളജി വിഭാഗത്തില് വളരെയധികം കെയറോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് വേറൊരു വിഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചിരിക്കുക. ഓൺകോളജി ഒന്ന് വായിച്ചു നോക്കാം. ബയോപ്സി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിന് വിധേയമാക്കുന്നതാണ്. ബയോപ്സിക്ക് അയക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ അത് നീക്കം ചെയ്തിട്ട് അല്ലെ, ഇപ്പൊ ചില മുഴകളൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അല്ലെ, മുഴകളാണല്ലോ പൊതുവെ ഇങ്ങനെ കണ്ടുവരാം. അപ്പൊ അത് എന്താണോ നാച്ചുറലി ഉള്ള ഫാറ്റും മറ്റതൊക്കെയാണല്ലോ, വല്ല ഫാറ്റ് അടിഞ്ഞു കൂടിയതാണോ അതല്ലെങ്കിൽ ക്യാൻസറിൻ്റെതായ സെല്ലുകളോട് കൂടിയ ഒരു മുഴകളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബയോപ്സിക്ക് അയക്കുന്നത്. അപ്പൊ ആ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഇതാണ് സർജിക്കൽ ഓൺകോളജി വിഭാഗത്തിലാണ്. ക്ലിയർ ആയോ? ചില മുഴകളെല്ലാം അല്ലെ, ചില എല്ലായിടത്തെ മുഴകളൊക്കെ വരുമ്പോഴും ഓടിപ്പോയി ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണെന്ന് ഒക്കെ തോന്നും. പക്ഷെ ചിലർക്ക് അല്ലെ, ചില ഡോക്ടേഴ്സിന് ആ മുഴ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അത് പ്രോബ്ലം അല്ല എന്നുള്ളത്. ചിലർക്ക് അത് അറിയാം അല്ലെ, ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് കാണുമ്പോൾ തന്നെ പറയും, അത് അവർക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അത് എന്താണ് ക്യാൻസറിന്റെ ലക്ഷണത്തോടു കൂടിയ മുഴകളാണെന്നപ്പോൾ. അപ്പൊ ഇൻ കേസ് എന്താണ് ഇത് സർജറി ചെയ്തിട്ടാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത് അല്ലെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മാത്രം പോരാലോ, നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണം അല്ലെ. അപ്പൊ അങ്ങനെ കൃത്യത വരുത്താനായിട്ട് ബയോപ്സി അല്ലെ ആ ഒരു ടെസ്റ്റിന് വിധേയമാക്കിയാണ് ചെയ്യുന്നത്. ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നമുക്കറിയാം അത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവേണ്ടത്.
ഓക്കെ അല്ലേ? നമ്മളെന്നാ ജസ്റ്റ് നോക്കിയത് ഇവിടെ തുടങ്ങിയാണ് കുറച്ച് അല്ലെ, കുറച്ച് നിങ്ങൾ എടുത്തു പോകുന്നുള്ളൂ. കാരണം ഡിപ്പാർട്ട്മെന്റ് കുറച്ച് എടുത്താൽ മതി എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം. കാരണം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ലയിക്കണമല്ലോ, ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ വിങ്ങിലേക്ക് കൊണ്ടുവരണം. ഇതിന്റെ ഒരു പ്രത്യേകത ബാക്കി എല്ലാം അല്ലെ, ഇപ്പൊ ഓരോ സ്ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ ഗൈനക്കോളജി വിഭാഗത്തെ അങ്ങനെ ഓരോന്നിനെ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട് ഓരോ വിഭാഗത്തിനെ കുറിച്ച്. പക്ഷെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ ആണ് ഞങ്ങൾ ഓരോ വിഭാഗത്തിന്റെ ഒന്ന് തരുന്നത്. അപ്പൊ എല്ലാം ഇന്ന് എടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഓരോ ടീച്ചേഴ്സ് വന്ന് ഓരോ വിഭാഗത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയും ഡിസ്കസ് ചെയ്യും. ഇതേമാതിരി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യും. അത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഓരോ വിഭാഗത്തിനും ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുത്തത് എന്താണ്? ന്യൂറോളജി അല്ലെ. ന്യൂറോളജിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും പഠിക്കാനൊക്കെ ഉണ്ട്. ദെൻ നെഫ്രോളജി, ദെൻ ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ ജസ്റ്റ് കേൾക്കുന്നവരുണ്ടായെങ്കിൽ അത് ഒരു മെഡിസിനാന്നൊക്കെ ധരിച്ചിരിക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇമേജിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അത്. കനാൽസ് വഴിയല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്താന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ ഓങ്കോളജി വിഭാഗം. ഓങ്കോളജിയിൽ ഓക്കെ, ന്യൂക്ലിയർ ഹോസ്പിറ്റല് ഉണ്ട് അല്ലെ, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഹോസ്പിറ്റലൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് തന്നെ കിട്ടുന്നതായിരുന്നു. ഓക്കെ, ആ ഹോസ്പിറ്റൽ ഓക്കെ. ന്യൂക്ലിയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് നമുക്കറിയില്ല, അവരുടെ ഫെസിലിറ്റി ന്യൂക്ലിയർ മെഡിസിനുമായി ബന്ധപ്പെട്ട വിഭാഗമാണെന്ന് അറിയില്ല. അത് ഉദ്ദേശിച്ചിട്ടാണോ ആ ഹോസ്പിറ്റലിന്റെ നെയിം എന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടാവില്ല അല്ലെ. സ്പെക്ട് സ്കാനും പെറ്റ് സ്കാനൊന്നും എല്ലാ ഹോസ്പിറ്റലിലും നടത്താനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവര് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ നടത്തേണ്ടതൊക്കെ ആയിട്ട് വരും. ചിലവേറിയ കാര്യങ്ങളൊക്കെയാണ്. ഓങ്കോളജി വിഭാഗം അതും കൂടി അല്ലെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താന്നുള്ളത് എന്തായാലും ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓരോ വിഭാഗത്തിന്റെ പേര് എന്താന്നുള്ളതും അത് എന്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണെന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പിന്നെ എന്താണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്? എടുത്തു കഴിഞ്ഞാൽ തീരുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് എടുത്തത് വരെ താങ്ക് യു മാം എന്ന് പറയാം. എന്തായാലും ഇന്നെടുത്തത് വരെയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡൗട്ടാണോ? Thank you, ma'am.